മഹലിൻ്റെ പ്രസിഡന്റ് PU മുഹമ്മദ് സാഹിബ്, സെക്രട്ടറി ഹംസ സാഹിബ്, അതുപോലെ വിശുദ്ധ ഖുർആൻ കൊണ്ട് ഈ സദസ്സിനെ അനുഗ്രഹീതമാക്കിയ ബഹുമാന്യനായ അബ്ബാസ് ഉസ്താദ് അവർകൾ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വളരെ ദൂരം യാത്ര ചെയ്ത് നമുക്ക് മുന്നിൽ ലഹരിയുടെ വിപത്തിനെ വിശദമായ നിലയിൽ സംസാരിക്കുവാനായി കടന്നു വന്നിട്ടുള്ള ബഹുമാന്യനായ ഫിലിപ്പ് മമ്പാട് സാർ അവർകൾ, മറ്റു വേദിയിൽ ഉപവിഷ്ടരായ ബഹുമാന്യ ഉസ്താദുമാരെ, മുത്തഅല്ലിമീങ്ങളെ, സഹോദരീ സഹോദരങ്ങളെ, പ്രത്യേകമായും നമ്മുടെ ഈ ഒരു എളിയ പരിപാടിയിലേക്ക് നമ്മൾ പറയുമ്പോൾ ലഹരിയുടെ വിപത്തിനെക്കുറിച്ച് അത് ഞങ്ങളുടെ സമൂഹം മാത്രമല്ല, അത് മാനവലോകം മുഴുവനും ഉൾക്കൊള്ളേണ്ടതാണ് എന്ന ഒരാശയം മുന്നോട്ട് വെച്ചുകൊണ്ട് ഇതര മതസ്ഥരോടും സഹോദരീ സഹോദരങ്ങളോടും ഈ വിഷയം പറഞ്ഞപ്പോൾ വളരെ സുമനസ്കതയോടുകൂടി ഈ പരിപാടിയിലേക്ക് അവരും കടന്നു വന്നിട്ടുണ്ട്. അവർക്ക് പ്രത്യേകമായി ഇസ്ലാമിക അഭിവാദനങ്ങൾ രേഖപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ലഹരിയുടെ വിപത്തിനെ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു കാര്യമാണ്. സോഷ്യൽ മീഡിയകളിലൂടെയും മറ്റുമൊക്കെ ഒട്ടനവധി സംഭവ വികാസങ്ങളും ലഹരിയുടെ പേരിലുണ്ടാകാവുന്ന ഒരുപാട് പ്രശ്നങ്ങളും അക്രമാസക്തമായ കഥകളും ഓരോ കുടുംബത്തിൻ്റെയും തകർച്ചയുടെ കഥകളുമൊക്കെ ദൈനംദിനം പത്രമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ ദർശിക്കുന്ന ആളുകളാണ്. പക്ഷേ അതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നതാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കുഴപ്പം. ആ ലഹരിയുടെ വിപത്ത് വീടിൻ്റെ പടിവാതിൽക്കൽ എത്തുന്നതുവരെയും അത് മനസ്സിലാക്കുവാനും അതിനെതിരെ നിലകൊള്ളുവാനും നമ്മൾ തയ്യാറായില്ല എങ്കിൽ സമാധാനത്തോടുകൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിപ്പോകും. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരൊറ്റ ഹദീസ് മതി ഇതിൻ്റെ എത്ര വ്യാപ്തിയാണ്, ഈ ലഹരിയുടെ എത്രത്തോളം അപകടകരമാണ് ഇത് എന്ന് മനസ്സിലാക്കാൻ. പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖംറു ഉമ്മുൽ ഖബായിസ്. ലഹരി എന്ന് പറയുന്നത് അത് തിന്മകളുടെ, മ്ലേച്ഛതകളുടെ മാതാവാണ്. ഇത് ചെറിയ രീതിയിലൊരു മനസ്സിലാക്കൽ പോരാ. വളരെ ഹ്രസ്വമായ വാക്കുകൾ കൊണ്ട് വിശാലമായ അർത്ഥതലത്തിലേക്ക് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ക്ഷണിക്കുകയാണ്. ലോകത്തുള്ള സർവ്വ തിന്മകളുടെയും മ്ലേച്ഛതകളുടെയും മാതാവിൻ്റെ പേരാണ് അൽ ഖംർ, അതായത് ലഹരി. എത്ര അർത്ഥവത്തായ വാക്കുകളാണ്! എത്ര കുടുംബങ്ങളെയാണ് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞിരിക്കുന്നത്. വളരെ അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിച്ചു കൊണ്ടിരുന്നവർ ഒരു സുപ്രഭാതത്തിൽ ഒന്നുമല്ലാതായി തീർന്നു. ആളുകളുടെ മുന്നിൽ തല ഉയർത്തി നടക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് മാറുന്നു. ഇതൊക്കെയും ലഹരിയുടെ പേരിൽ സംഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. ഇതിൻ്റെ ഇസ്ലാമിക വശങ്ങളെക്കുറിച്ചൊക്കെയും കഴിഞ്ഞ 2 ജുമായിൽ വിശദമായ നിലയിൽ പറയുകയുണ്ടായി. ബാക്കി വിഷയങ്ങൾ, അതിൻ്റെ ആധുനികമായ വിഷയങ്ങളൊക്കെയും ബഹുമാന്യനായ ഫിലിപ്പ് സാർ നിങ്ങളോട് സംസാരിക്കും. ഇതോട് ചേർത്ത് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, നമ്മുടെ ഈ വർത്തമാനകാലം മക്കളെ വളർത്താൻ വളരെയധികം നമ്മൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. മുൻകാലങ്ങളിലൊക്കെ ദാരിദ്ര്യവും പട്ടിണിയും പരിവട്ടവുമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും 5ഉം 10ഉം മക്കളെ രക്ഷിതാക്കൾക്ക് വളർത്താൻ വലിയ കഷ്ടപ്പാടൊന്നും ഉണ്ടായിരുന്നില്ല. ഭക്ഷണം കൊടുത്താൽ മതിയായിരുന്നു, ആ ഒരു ടെൻഷനേ അവർക്കുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് മക്കളെ വളർത്തുമ്പോൾ എല്ലാ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും നമ്മൾ ഒരുക്കി വച്ചിട്ടും ആ മക്കളെ നമുക്ക് മുന്നിൽ നേരായ മാർഗത്തിലൂടെ നടത്തിക്കൊണ്ടു പോകാൻ കഴിയാത്ത വണ്ണം അത്രമേൽ പ്രശ്നകലുഷിതമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളുള്ളത്. സഹോദരങ്ങളെ, മനസ്സിലാക്കണം, നാനാഭാഗത്തു നിന്നും നമ്മുടെ മക്കളെ പിടികൂടുവാൻ വേണ്ടി കെണിവലകളുമായി ശത്രുക്കൾ ഒരുക്കുകൂട്ടി നിൽക്കുകയാണ്. ലഹരി പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി അപകടകരമായ ഒന്നാണ് ഗെയിം അഡിക്ഷൻ.
ഗെയിം അഡിക്ഷൻ, അതിലൂടെ ഉണ്ടാകാവുന്ന പരിണിത ഫലങ്ങൾ വിവരണാതീതമാണ്. കുവൈറ്റിലെ കുട്ടികളുടെ നേതൃശേഷി വിഭാഗത്തിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ഡോക്ടർ ജാസിമുൽ മുത്തവ്വ എന്ന് പറയുന്ന കൗൺസിലിംഗാണ് ഡോക്ടർ. അദ്ദേഹത്തിൻ്റെ ഒരു സംഭവം പറയുന്നുണ്ട്. തൻ്റെ സുഹൃത്തുമായി ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആ സുഹൃത്ത് തൻ്റെ മകനോട് പറയാണ്, മോനെ, നിൻ്റെ ഓൺലൈൻ ഗെയിമിൻ്റെ കഥ ഡോക്ടറിനോടൊന്ന് പറഞ്ഞുകൊടു. ആ കുട്ടിയൊന്നും മടിച്ചു അത് പറയാൻ. ജാസിമുൽ മുത്തവ എന്ന ഡോക്ടർ ഒരാഗ്രഹത്തോടു കൂടി ആ കുട്ടിയോട് ചോദിച്ചു, നിൻ്റെ ആ വിഷയമൊന്ന് കേൾക്കട്ടെ, പറയാമോനെ. ആ കുഞ്ഞു പറഞ്ഞു, ദിവസവും ഒരു മണിക്കൂർ ഞാൻ ഓൺലൈൻ ഗെയിമിൽ, അതായത് യുദ്ധം നടക്കുന്ന രീതിയിലുള്ള യുദ്ധത്തിൻ്റെ ഗെയിമാണ് കളിക്കുന്നത്. ദിവസവും 1 മണിക്കൂർ ഞാനത് കളിക്കും. അതിൽ അഗ്രേസ്യനാണ് ഞാൻ. ശത്രുവിനെ എനിക്കൊരു പ്രശ്നമേ അല്ല. എത്ര തന്ത്രങ്ങൾ അറിയാവുന്ന ശത്രുക്കളെയും നിമിഷ നേരങ്ങൾ കൊണ്ട് വകവരുത്താൻ എനിക്ക് സാധ്യമാകും. ആരുടെയും മുന്നിൽ ഞാനങ്ങനെ തോറ്റു കൊടുക്കാറില്ല. വളരെ വിരളമായിട്ട് മാത്രമേ അങ്ങനെ സംഭവിക്കാറുള്ളൂ. വളരെ വിരളമായിട്ട് മാത്രമേ അങ്ങനെ സംഭവിക്കാറുള്ളൂ. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഈ വൈഭവം കണ്ടുകൊണ്ട് ഇൻ്റർനെറ്റിലൂടെ പരിചയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളുമായിട്ടാണ് എൻ്റെ ഈ യുദ്ധക്കളി. ചിലർ അവരെന്നെ കോണ്ടാക്ട് ചെയ്തു, എന്നെ അഭിനന്ദിച്ചു. നിൻ്റെ കഴിവ് എത്രമേൽ പ്രശംസനീയമാണ്, എത്രമേൽ കഴിവുറ്റതാണ് നിൻ്റെ ജീവിതം, എത്രമേൽ തന്ത്രപൂർവമാണ് നിൻ്റെ ഓരോ ചുവടുവെപ്പുകളും, ചടുലമാണ് നിൻ്റെ ചുവടുവെപ്പുകൾ എന്ന് അവനെ ഇങ്ങനെ വല്ലാതെ മോട്ടിവേഷൻ കൊടുക്കുകയാണ്. എന്നിട്ട് അവനോട് പറഞ്ഞൊരു വർത്തമാനമുണ്ട്, ഭാവനാത്മകമായ ഈ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് യാഥാർത്ഥ്യ തലങ്ങളിലേക്ക് പോകേണ്ട സമയമായിട്ടുണ്ട് നിനക്ക്. കാരണം നീ ഇത്രമേൽ കഴിവുള്ളവനാണ്. ആ കുഞ്ഞിന് മനസ്സിലായില്ല എന്താ പറഞ്ഞത് എന്ന്. അപ്പോൾ അവൻ ചോദിച്ചു, എന്താണ് ഈ യഥാർത്ഥ ലോകത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ? ഭാവന ലോകത്തു നിന്നും ഭാവനാത്മകമായ ഈ ഗെയിമുകളിൽ നിന്നും യാഥാർത്ഥ്യത്തിൻ്റെ ലോകത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ അവർ പറഞ്ഞു കൊടുത്തു, നമ്മളിപ്പോൾ ഓൺലൈനിലല്ലേ വെടിവെപ്പ് നടത്തുന്നത്. നമുക്കേതെങ്കിലും ഒരു ഗ്രാമങ്ങളോ പട്ടണങ്ങളോ തിരഞ്ഞെടുത്തുകൊണ്ട് സിറിയ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് നമുക്ക് പരസ്പരം ഫൈറ്റ് ചെയ്യാം, നേരിട്ട് നമുക്ക് വെടിവെച്ച് കളിക്കാം. ആ കുഞ്ഞിനെ മോട്ടിവേഷൻ ചെയ്യാൻ. ഈ ഒരവസ്ഥയിലാണ് ആ കുഞ്ഞിൻ്റെ പിതാവ് ഇടപെടുന്നത്. ആ കുട്ടിയുടെ സ്വഭാവത്തിൻ്റെ ഒരൽപ്പം വ്യതിയാനം കണ്ടുകൊണ്ട് തൻ്റെ ഗെയിമിൻ്റെ വിഷയത്തിൽ ആ പിതാവ് ഇടപെട്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇതിൻ്റെ അപകടം എത്രമേൽ വലുതാണ് എന്ന്. പിന്നീട് അവിടെ നിന്ന് മാറ്റത്തിൻ്റെ വഴികൾ ആ പിതാവ് ആ കുട്ടിക്ക് കാണിച്ചു കൊടുക്കാൻ. ഇതുപോലെ ഇതൊറ്റപ്പെട്ട സംഭവമല്ല, ഇതുപോലെ എത്രയോ സംഭവങ്ങൾ. ലക്ഷക്കണക്കിന് പണം വാരിയെറിഞ്ഞുകൊണ്ട് നമ്മുടെ മക്കൾ ആത്മഹത്യാ ഭീഷണി മുഴക്കുകയാണ് മാതാപിതാക്കളുടെ മുന്നിൽ. എനിക്കിത്രയും പണം വേണം, ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു കളയും. പാവങ്ങളായ മാതാപിതാക്കൾ, ഒന്നും അറിയില്ലാത്തവർ, വീട് പണയം വെച്ച് അവർക്ക് പൈസ കൊടുക്കാൻ. എത്ര ഉദാഹരണങ്ങൾ, പല കേസുകളും ഈ വിനീതൻ്റെ മുന്നിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീട് വിറ്റിട്ടാണ്, എൻ്റെ സ്ഥലം വിറ്റിട്ടാണ് ഇവന് ഞാൻ പൈസ കൊടുത്തത്, ഇവനത് ഗെയിം കളിച്ച് തീർത്തു ഉസ്താദേ. അത്രമേൽ അപകടകരമാണ് ഈ സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ. സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. ഇത്തരത്തിലുള്ള നാനാഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും നമുക്ക് മുന്നിൽ വന്നുകൊണ്ടേയിരിക്കുമ്പോൾ ജാഗ്രതയോടെ, മുൻകരുതലോടുകൂടി ഓരോ ചുവടുവെപ്പുകളും നടത്തണം എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയും വരും തലമുറകളെയുമെല്ലാം ഇത്തരം ലഹരിയിൽ നിന്നും മറ്റിതര മനുഷ്യൻ്റെ ബുദ്ധിയെ മറച്ചു കളയുന്ന എല്ലാ വിപത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പടച്ചതമ്പുരാൻ ഇത്തരം വിപത്തുകളിൽ നിന്ന് എല്ലാ സമുദായത്തെയും, ഈ ലോകത്തെ മുഴുവനും കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ സദസ്സിനെ സമുദ്ഘാടനം ചെയ്യുക എന്നതാണ് എൻ്റെ മേൽ അർപ്പിതമായ ദൗത്യം. ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം എന്ന മഹത്വവാക്യങ്ങൾ കൊണ്ട്
ഈ സദസ്സിനെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.